സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ദീപ്തസ്മരണയിൽ ഭാരതം. ദേശസേവനത്തിനായി സ്വജീവിതം ഉഴിഞ്ഞുവെച്ച പണ്ഡിറ്റ്ജിയുടെ 57ാം ബലിദാന ദിനമാണ് ഇന്ന്. ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അദ്ദേഹം മുന്നോട്ടുവെച്ച ഏകാത്മക മാനവദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് ഇന്നും ഊർജ്ജമേകുന്നു. നാടിന്റെ സാംസ്കാരിക ചേതന ഉൾക്കൊള്ളുന്ന ഏകാത്മ മാനവദർശനമെന്ന പ്രത്യയശാസ്ത്രം ഭാരതത്തിന് സമ്മാനിച്ച മഹത് വ്യക്തിത്വം. ജനങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് അവരിൽ ഒരാളായാണ് പണ്ഡിറ്റ്ജി പ്രവർത്തിച്ചത്. ഭാരതത്തിന്റെ ദേശീയതയെ തൊട്ടറിഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പണ്ഡിറ്റ്ജി. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലൂടെ പ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം ദാർശനികൻ, സംഘാടകൻ, സാമൂഹിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി. ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു. അസാമാന്യ സംഘടനാ മികവ് കൊണ്ട് ജനസംഘത്തിന്റെ പ്രവർത്തനം രാജ്യമെമ്പാടും വ്യാപിപ്പിച്ചു. ബിരുദ പഠനകാലത്ത് ശ്രീ സുന്ദർ സിംഗ് ഭണ്ഡാരിയുമായുള്ള ബന്ധമാണ് അദ്ദേഹത്തെ RSSുമായി അടുപ്പിച്ചത്. 1942 ലഖിംപൂർ ജില്ലാ പ്രചാരകായി, 1951 ഉത്തർപ്രദേശ് സഹപ്രാന്ത പ്രചാരകായി, 1952 ജനസംഘം ജനറൽ സെക്രട്ടറിയായി, 1967 അധ്യക്ഷനായി ചുമതലയേറ്റ് 2 മാസം തികയും മുൻപാണ് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചത്. ലക്നൌവിൽ നിന്നും പട്നയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പണ്ഡിറ്റ്ജി. അദ്ദേഹത്തിന്റെ മൃതദേഹം മുൾസാരായ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെടുത്തത്. മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.